ഹരി ഓം. കൃഷ്ണമന്റെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം 216-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം മുതൽ ആണ് ക്ലാസ് ആരംഭിക്കുന്നത്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സർ. ഓം ശാന്തി ശാന്തി ശാന്തി. യന്ത്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈവായനോ വിരഹകാതരയാജുഹാരം പുത്രേതിതന്മയതയാതരഗോപിനേദിസ്തം സഹൃദൂതഹൃദയം കനരന്യതയാ ലബ്ധ. ഇന്ന് ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം മുതൽ എടുക്കണം. 14 വരെ കഴിഞ്ഞ ദിവസം നമ്മൾ വിളിച്ചതാണ്. ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ആ വിഷയം അവിടെ പൂർത്തീകരിച്ചിട്ട് ഇനിയും 15-ാമത്തെ ശ്ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണഃ സഗുണസ്യഃ പന്നിവേശോ മയാ പ്രോക്തോ യക്കാല പഞ്ചവിംശകാം. ഏതാവാനേവ ഇത്രയും തന്നെ, സംഖ്യാതഃ എണ്ണപ്പെട്ടിരിക്കുന്നു, ഇത്രയുമാണ് സംഖ്യയായിട്ട് എണ്ണിയത്. 5 5 10 5 15 5 20 4 24 എന്നിങ്ങനെ. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണ സഗുണസ്യഃ, സഗുണമായ ബ്രഹ്മത്തിന്റെ, ബ്രഹ്മത്തിന്റെ ഗുണത്തോടു കൂടിയിരിക്കുന്ന ബ്രഹ്മത്തിന്റെ സന്നിവേശവും, ബ്രഹ്മത്തിന്റെ സന്നിവേശം, അവസ്ഥാവിശേഷം മയാ പ്രോക്ത എന്നാൽ പറയപ്പെട്ടിരിക്കുന്നു. ഇത്ര മാത്രമാണ് സംഖ്യ കൊണ്ട് ഞാൻ നിർണയിച്ചു പറയപ്പെട്ടത്. യക്കാല പഞ്ചവിംശക, അതിൻ്റെ കൂടെ കാലം എന്ന് ഉള്ളത് യാതൊന്നാണോ അത് 25-ാമത്തേതാണ്. 24 ഇതുവരെ പറഞ്ഞു വെച്ചത്. പഞ്ചഭൂതങ്ങൾ, തന്മാത്രകൾ, ജ്ഞാനേന്ദ്രിയം, കർമ്മേന്ദ്രിയം എല്ലാം 5 വീതം, 5 4 20. പിന്നെ അന്ധകരണങ്ങൾ 4 മനോബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിങ്ങനെ 4 അങ്ങനെ 24. ഇനിയും കാലം എന്നുള്ളത് 25-ാമത്തേതായിട്ട് പറയാൻ പോവാണ്. ബ്രഹ്മത്തിന്റെ സഗുണമായ ബ്രഹ്മത്തിന്റെ സന്നിവേശമാണ് എന്നാൽ പറയപ്പെട്ടിരിക്കുന്നത്. സഗുണ ബ്രഹ്മത്തിന്റെ അല്ല, സഗുണമായ ബ്രഹ്മം. കാരണം പഞ്ചഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഒരു ആകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെ സഗുണമായ ബ്രഹ്മത്തിന്റെ സന്നിവേശം ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ സംഖ്യ കൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു. ഇനിയും 25-ാമത്തെ കാലത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണഃ സഗുണസ്യഃ സന്നിവേശോ മയാ പ്രോക്തോ യക്കാല പഞ്ചവിംശകാം. സഗുണസ്യ ബ്രഹ്മണഃ സന്നിവേശഃ മയാ പ്രോക്തഃ ഏതാവാനേവ സംഖ്യാതഃ യക്കാലഃ പഞ്ചവിംശകഃ. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണഃ സഗുണസ്യഃ സന്നിവേശോ മയാ പ്രോക്തോ യക്കാല പഞ്ചവിംശകാം. ഏതാവാനേവ സംഖ്യാതോ ബ്രഹ്മണഃ സഗുണസ്യഃ സന്നിവേശോ മയാ പ്രോക്തോ യക്കാല പഞ്ചവിംശകാം. പ്രഭാവം പൗരുഷം പ്രാഹുകാലമേകേയതോ ഭയം അഹങ്കാര വിമൂഢസ്യ കർത്തൃപ്രകൃതിമീയുഷാം. പ്രഭാവം പൗരുഷം പ്രാഹു, പ്രഭാവത്തെ പൗരുഷം എന്ന് പറയുന്നു. പ്രഭാവം എന്ന് വെച്ചാൽ വിക്രമം, ക്രമം കഴിഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്ന അവസ്ഥ.
സാധാരണ ഒരു ക്രമമുണ്ട്, അതിനെ അതിക്രമിച്ച് അപ്പുറത്ത് കിടക്കുന്നതാണ് വിക്രമം. അതിനാണ് പ്രഭാവം എന്ന് പറയുക. അപ്പോൾ ഈ പ്രഭാവം എന്ന് പറയുന്നു പ്രാഹു കാലം ഏകേ. ഏകേ എന്ന് വെച്ചാൽ ചിലർ കാലത്തെ പൗരുഷം പ്രഭാവം പ്രാഹു, ചിലരെ കാലത്തെ പുരുഷനെ സംബന്ധിക്കുന്ന വിക്രമമാണ് എന്ന് ചിലർ പറയുന്നു. ഒരു പൂർവപക്ഷത്തിന്റെ അവസ്ഥ കൊണ്ടതാണ്. അഹങ്കാര വിമൂഢാത്മാ അഹങ്കാര വിമൂഢസ്യ കർത്തു പ്രകൃതി ഈയുഷ. എന്താ പ്രകൃതി ഈയുഷ? പ്രകൃതിയെ പ്രാപിച്ച അവിദ്യയെ പ്രാപിച്ചവനും അഹങ്കാരം കൊണ്ട് മൂഢനായവനും ആയിരിക്കുന്ന കർത്താവിന് യതഃ ഭയം, യാതൊന്നിൽ നിന്നാണോ ഭീതി ഉണ്ടാകുന്നത്, അത് കാലം. കാലം ഭയപ്പെടുന്നതുകൊണ്ടാണ് അതിനെ കാലൻ എന്നുള്ള പേരിട്ട് നമ്മൾ പിന്നെ വിളിക്കാൻ കാരണമായതാണ്. ചില ആചാര്യന്മാരാണ് അങ്ങനെ പറയുന്നത്. പുരുഷന്റെ വീര്യമാണ് കാലം എന്നവർ നിശ്ചയിച്ചിരിക്കുന്നു. അജ്ഞാനമാകുന്ന അവിദ്യ എന്ന ഉപാധിയോട് കൂടിയ ഒരു ജീവൻ ദേഹാദികൾ ആത്മഭാവത്തെ ബന്ധിച്ചതുകൊണ്ട് ജനനമരണം എന്നുള്ള ഭീതിക്ക്, ഭയത്തിന് കാരണമായി തീരുന്നു. ആ ജനനമരണം എന്ന ഭയത്തെയാണ് കാലം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് യതോ ഭയം, ഈ കാലത്തിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ അകർത്താവായ, ഇതിനൊന്നും കാരണമല്ലാത്തവനായ ആള് കർത്താവെന്ന് അഭിമാനിച്ച് അഹങ്കാരത്തിന്റെ സ്വരൂപം സ്വീകരിച്ച് ജനനമരണ ഭീതിക്ക് കാരണമായി എന്ന് ഇവിടെ കാലത്തെ ഒരു സഹകാരിയായിട്ടല്ലാതെ 25ാമത്തെ തത്വമെന്ന് അംഗീകരിക്കണം എന്നില്ല എന്ന് ചില ആചാര്യന്മാർ പറയുന്നു എന്നൊരു പൂർവപക്ഷിയുടെ ആശയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകേയതോ ഭയം അഹങ്കാര വിമൂഢസ്യ കർത്തൃ പ്രകൃതിമീയുഷാം. ഏകേ കാലം പൗരുഷം പ്രഭാവം പ്രാഹു പ്രകൃതിം ഈയുഷഃ അഹങ്കാര വിമൂഢസ്യ കർത്തുഃ യതഃ ഭീതി. പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകേ യതോ ഭയം അഹങ്കാര വിമൂഢസ്യ കർത്തൃ പ്രകൃതിമീയുഷാം. പ്രഭാവം പൗരുഷം പ്രാഹു കാലമേകേ യതോ ഭയം അഹങ്കാര വിമൂഢസ്യ കർത്തൃ പ്രകൃതിമീയുഷാം. പ്രകൃതേർഗുണസംയുഷ്യാം നിർവിശേഷസ്യ മാനവീ ചേഷ്ടായതഃ സ ഭഗവാൻ കാലയിത്യുപലക്ഷിതാം. പ്രകൃതേഹ ഗുണസാമ്യസ്യ, ഗുണങ്ങളുടെ അവസ്ഥയിൽ ഇരിക്കുന്ന പ്രകൃതിക്ക് നിർവിശേഷസ്യ, വിശേഷത്തോട് കൂടാതിരിക്കുന്ന പ്രകൃതിക്ക്, ഒരു മാറ്റവും സംഭവിക്കാതെ എല്ലാ ഗുണങ്ങളും സമമായി ചേർന്നിരിക്കുന്ന ആ പ്രകൃതിക്ക് പ്രകൃതേ ഗുണസാമ്യസ്യ നിർവിശേഷസ്യ, മാനവി സംബോധനയാണ്. മനുവിന്റെ പുത്രിയായിരിക്കുന്നവളെ എന്ന് ശതരൂപയെ എന്താണ് ദേവഹൂതിയെ വിളിക്കുന്നതാണ്. അതിനുപയോഗിക്കുന്ന ഒരു ദേവഹൂതി മനുവിന്റെ പുത്രി ആയതുകൊണ്ട് മാനവി എന്ന് വിളിച്ചത് മാത്രം. ചേഷ്ടായതഃ സ ഭഗവാൻ കാലയിത്യുപലക്ഷിതാം. ചേഷ്ട എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ, വ്യാപാരങ്ങൾ, വികാരങ്ങൾ, മാറ്റങ്ങൾ, ചേഞ്ചുകൾ, ഇതെല്ലാം ചേഷ്ടക്കകത്ത് ഉൾപ്പെടുന്നതാണ്. ചേഷ്ടായതഃ സ ഭഗവാൻ കാലയിത്യുപലക്ഷിതേ, യാതൊന്നിൽ നിന്നാണോ ചേഷ്ടകൾ ഉണ്ടാകുന്നത് ആ ഭഗവാനെ കാലം ആണ് എന്ന് ഉപലക്ഷിതമാക്കിയിരിക്കുന്നു. ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണല്ലോ പ്രകൃതി. ആ പ്രകൃതിക്ക് ഒരു ക്ഷോഭം ഉണ്ടാകുമ്പോഴാണ് ബാക്കിയുള്ള ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ഉൽപ്പത്തി മുഴുവൻ ഉണ്ടാകുന്നത്. അത് സൃഷ്ടിക്ക് മുമ്പ് ഇത് മുഴുവൻ പരമേശ്വരനായ ബ്രഹ്മചൈതന്യത്തിൽ ലയിച്ചിരിക്കുന്ന പോഴാണ്.
അപ്പോൾ ഈ ഗുണങ്ങൾക്ക് ഒരനക്കമില്ല. അത് സാമ്യമാണ്, അത് വിക്ഷോഭമില്ല, ചലനമില്ല, അനക്കമില്ല. അങ്ങനെ ആ ഗുണസാമ്യ അവസ്ഥയ്ക്ക് ഉപേക്ഷിക്കാൻ, അതിനെ ഒന്ന് മാറ്റാൻ കാരണം കാലമാണ്. കാലം എന്ന് വെച്ചാൽ ചലനമാണ്. ചലനമെന്ന കാലം കൊണ്ടാണ് ഗുണങ്ങൾക്ക് വിഷമാവസ്ഥ ഉണ്ടാകുന്നത്. സാമ്യാവസ്ഥ മാറിയിട്ട് വിഷമാവസ്ഥ ഉണ്ടാകും. ഇതാണ് അവസ്ഥാവിശേഷം. ഇതിനെയാണ് കാലം എന്ന് പറയുന്നത് എന്ന് മുമ്പേ പറഞ്ഞ 24 തത്വത്തിൽ ഇതും കൂടി ഉൾപ്പെടുന്നത് കൊണ്ട് പ്രത്യേകമായിട്ട് എടുക്കണം എന്നില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. 25-ാമതിനെ കാലം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഗുണങ്ങൾ അന്യോന്യം ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിനൊരു ഇളക്കം വരുമ്പോൾ മാത്രമേ അത് വരാവൂ. ശാന്തമായിരിക്കുന്ന സമുദ്രത്തില് കാറ്റ് നിമിത്തം ഒന്ന് ചലിക്കുമ്പോഴാണ് തിരമാലകൾ ഉണ്ടാകുക, അല്ലയില്ലല്ലോ. അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുന്ന സമുദ്രം പോലെയാണ് ഈ ബ്രഹ്മം. അപ്പൊ അതിന് കാറ്റാകുന്ന കാലശക്തി കൊണ്ട്, കലനശക്തി കൊണ്ട്, ചലനശക്തി കൊണ്ട് ഒന്ന് ചലിച്ചാൽ അത് മതി തിരമാലകൾ ഉണ്ടാവാൻ. അതേപോലെയാണ് ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകുന്ന ഈ വിക്ഷോഭത്തിന്, ഈ ചലനത്തിന് ഗുണങ്ങളുടെ സാമ്യാവസ്ഥയെ മാറ്റിയിട്ട് സൃഷ്ടിക്ക് കാരണമായി ഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാലവും സൃഷ്ടിയുടെ അംഗമായി കണ്ടാൽ മതി. അതിനെ 25-ആയിട്ട് കാണണം എന്നില്ല എന്നുള്ള ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഒന്ന് ഉറപ്പിക്കലായി. പ്രകൃതേർ ഗുണസാമ്യസ്യ നിർവിശേഷസ്യ മാനവീം ചേഷ്ടായത ഭഗവാൻ കാലയിത്യുപലക്ഷിതാം. ഹേ മാനവി, ഗുണസാമ്യസ്യാം നിർവിശേഷസ്യ പ്രകൃതേഃ യതഃ ചേഷ്ടാ ഭഗവാൻ കാല ഇതി ഉപലക്ഷിത. പ്രകൃതേർ ഗുണസാമ്യസ്യ നിർവിശേഷസ്യ മാനവീം ചേഷ്ടായത ഭഗവാൻ കാല ഇത്യുപലക്ഷിതാം. പ്രകൃതേർ ഗുണസാമ്യസ്യ നിർവിശേഷസ്യ മാനവീ ചേഷ്ടായത ഭഗവാൻ കാല ഇത്യുപലക്ഷിതാം. അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോഭിഃ സമന്വേത്യേഷ സത്വാനാം ഭഗവാൻ ആത്മമായയാം. അന്തഃപുരുഷരൂപേണ, അന്തഃ അകത്ത് പുരുഷന്റെ രൂപത്തോടു കൂടിയും, അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോഭിഃ യാതൊന്നാണോ പുറത്ത് കാലം ആയിട്ടും അകത്ത് പുരുഷനായിട്ടും ഇരിക്കുന്നത്, സമന്വേതി ഏഷ, സമന്വേത്യേഷ. സമന്വേതി കൂട്ടിച്ചേർക്കുന്നു, അന്വയിക്കുന്നു. അത് ഏഷ ഇവൻ സത്വാനാം, ഈ സത്വങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് ഭഗവാൻ ആത്മമായയാണ്. തന്റെ മായ കൊണ്ടാണ് ഈ 24 ഘടകങ്ങളെ ഒന്നിച്ചു കൂട്ടിച്ചേർക്കുന്നത്. അതുകൊണ്ട് അതിനെ പുരുഷൻ എന്ന് വിളിക്കുകയാണ്. അല്ലെങ്കിൽ ഈശ്വരനെന്നോ പുരുഷനെന്നോ എന്തെങ്കിലും ഒരു പേര് വേണമെങ്കിൽ പറയാം അതിന്. ഇവിടെ വാസ്തവത്തിൽ സാഖ്യശാസ്ത്രം ഈശ്വരൻ എന്നുള്ള ആ ഒരു പുരുഷനെ ഈശ്വരൻ എന്ന പേരല്ല പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ പിൽക്കാലത്തുള്ള വ്യാഖ്യാതാക്കളൊക്കെ ഈശ്വരൻ എന്ന വാക്ക് ഉപയോഗിക്കാത്തതുകൊണ്ട് സാഖ്യം നിരീശ്വരവാദമാണ് എന്നൊക്കെ ധാരാളം വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല, പകരം പുരുഷൻ എന്ന വാക്ക് തന്നെയാണ്. അതുകൊണ്ട് സാഖ്യം നിരീശ്വരവാദമാണെന്ന് പറയണം എന്നില്ല. ഈ 24 ഘടകങ്ങൾ അനങ്ങാതെ ഉള്ളത്തിരുന്നാൽ സൃഷ്ടി നടക്കില്ല, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പഞ്ചഭൂതങ്ങളും തന്മാത്രകളും ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും ബുദ്ധിയും മനസ്സും അഹങ്കാരവും ഒക്കെ ഒന്നിച്ച് കൂടിച്ചേർന്ന് ഒരു വലയത്തിൽ നിന്നുകൊണ്ട് പരസ്പരം കൈമാറി അവരവരുടേതായ ശക്തി വ്യാപാരങ്ങൾ കൈമാറിയെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അല്ലെങ്കിൽ നിശ്ചലമാണ്, ജഡമാണ് ഈ പ്രകൃതി. ഈ പ്രകൃതി നിശ്ചലമായ ജഡമായി ഇരിക്കത്തേ ഉള്ളൂ. നമ്മള് തിയേറ്ററിൽ പോയി സ്ക്രീനിൽ സിനിമ കാണുന്ന പോലെയാണ്. തിയേറ്ററിലെ സ്ക്രീനില് ഒരു വെളുത്ത തുണി മാത്രമേ അവിടെ കെട്ടിയിട്ടുള്ളൂ. ആ തുണിക്ക് അകത്താണ് ഈ സിനിമകൾ മുഴുവൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. വാസ്തവത്തിൽ
ഈ തുണി എന്ന് പറയുന്ന സ്ക്രീൻ വാസ്തവത്തിൽ ഈ പ്രകൃതി പോലെ നിശ്ചലമാണ്, ജഡമാണ്. അതിലേക്ക് മുകളിൽ നിന്നും പുരുഷൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന ഒരു പ്രൊജക്ടർ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഈ ചിത്രങ്ങൾ, ചലിക്കുന്ന ചിത്രങ്ങൾ സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആണ് ഈ സ്ക്രീനിൽ സിനിമ കാണുന്നത്. സിനിമയല്ല, അതിൻ്റെ അകത്ത് എത്ര 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 കഥകളാണ്, എത്ര ജീവപരമ്പരകൾ, മക്കള്, മക്കളുടെ മക്കൾ, അതിൻ്റെ മക്കൾ, അവരുടെ കളി, തമാശകൾ, അവരുടെ പഠിപ്പ്, വിദ്യാഭ്യാസം, ജോലി, വിവാഹം, സുരതലീലകൾ, പുത്രന്മാരുണ്ടാകുന്നത്, അടിപിടി, കലഹം, ബഹളം, യാത്ര, ഇതെല്ലാം ഇതിനകത്ത് കാണാം. ഇതൊന്നും ഈ സ്ക്രീനിൽ ഇല്ലതായി. പക്ഷെ ഇതെല്ലാം സ്ക്രീനിലേക്കാണ് നമ്മൾ ആരോപിക്കുന്നത്. സ്ക്രീൻ പൊളിച്ചു നോക്കി ഇതിനകത്തൊന്നുമില്ല. അതേപോലെയാണ് ഇതെല്ലാം ഈ ജഡമാകുന്ന പ്രകൃതിയിലേക്ക് ആരോപിക്കലാണ്. ജഡമാകുന്ന പ്രകൃതിയെ, കാരണം പലയിടത്ത്, പല കാലത്ത്, പല സമയത്ത് ഓരോരോ ചെറിയ ചെറിയ ഷോട്ടുകൾ എടുത്തിട്ട് അവയെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് ഒരു ഫിലിം റോളിലാക്കി അതിങ്ങനെ പതുക്കെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇവയെ കൂട്ടി യോജിപ്പിക്കൽ, സംയോജകത്വം എന്നുള്ള കൃത്യമാണ് ഈ പ്രൊജക്ടർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 24 ഘടകങ്ങളെ സംയോജിപ്പിച്ച് കൂട്ടിച്ചേർത്ത് ഒരാൾക്ക് ആസ്വദിക്കാൻ പാകത്തിന് ഈ പ്രകൃതിയിൽ ഒരു ജീവനാക്കി വെക്കുന്നതിന്റെ ജോലി ഈ ഈശ്വരൻ എന്ന ഈ പുരുഷനാണ്. അതുകൊണ്ടാണ് ഈ പ്രകൃതിയോട് പുരുഷൻ ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് എന്ന് പറയാൻ കാരണം. ഇതാണ് സാംഖ്യത്തിന്റെ യഥാർത്ഥമായ ഒരു പൊരുൾ. അതുകൊണ്ടാണ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഈ സ്ക്രീനിൽ നടക്കുന്നതാണെന്ന് നമുക്ക് ബോധമുണ്ടാകും. ഇതല്ല എന്നറിയാമെങ്കിൽ പോലും അതിൻ്റെ അകത്തെ കഥാപാത്രങ്ങളും കഥകളും ഒക്കെ കണ്ട് 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 അതിലേക്ക് രസിച്ചിറങ്ങുമ്പോൾ നമ്മൾ അതിലെ ദുഃഖകരമായ അവസ്ഥ വരുമ്പോൾ കരയും, കൈയടിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ചാടി എഴുന്നേറ്റ് കൈയടിക്കും. അതേപോലെ ആർത്തട്ടഹസിക്കേണ്ട, ചിരിക്കേണ്ട വിഷയം വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആർത്തട്ടഹസിക്കും. ഇതൊന്നും ഈ സ്ക്രീനിൽ ഇല്ലാത്ത കഥാപാത്രങ്ങളുടെ അവസ്ഥയെ കണ്ടിട്ടാണ്. ഓർത്ത് നോക്കൂ, ഇത് സത്യമാണോ? അല്ല. ജഗൻ മിഥ്യ. ഈ പ്രകൃതി എന്ന ജഗത്ത് അവിദ്യ, അജ്ഞാനം, അത് മിഥ്യയാണ്. അത് ഉണ്ടെന്ന് തോന്നിക്കലാണ് 2 മണിക്കൂർ ഇതിനകത്ത് ഇത് നടക്കുന്നു നമ്മൾക്കുള്ള തോന്നിക്കലല്ലേ. ഇനിയും എന്താണ്, ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം മിഥ്യയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താണ് പരസ്പരം ബന്ധുത്വം ഉണ്ടാക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, വർത്തമാനം പറയുന്നു, പോകുന്നു. ഇതൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന സിനിമയിലെ പോലെയല്ലേ. അത് സത്യമല്ല നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് അനുഭവിക്കുന്നു. ഇതാണ് ജീവജാലങ്ങൾ മിഥ്യയായ ഈ പ്രകൃതിയെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചില സിനിമ തീർന്ന് വീട്ടിൽ പോയിരുന്ന് കരയും. കാരണം അതിൻ്റെ അകത്തെ ഓരോരോ സീൻ ഓർക്കുമ്പോൾ പിന്നെയും പിന്നെയും സങ്കടം വരികയാണ്. അപ്പൊ വാസ്തവത്തിൽ ഇല്ലാത്ത, ഈ സ്ക്രീനിൽ കാണാത്ത ഈ കഥകളെ കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഈ പ്രകൃതിയാകുന്ന ജഡദൃശ്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് മിഥ്യയായ പ്രകൃതിയിലേക്ക് ലയിച്ചു പോകുന്നു. ഇത് മിഥ്യയാണെന്ന് ധരിക്കണം. എന്താണ് സത്യം? ബ്രഹ്മ മാത്രമേ ഉള്ളൂ സത്യം. ഇതിനെ നിയന്ത്രിക്കുന്ന ആ പ്രൊജക്ടർ മാത്രമേ ഉള്ളൂ സത്യം എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കലാണ് ഈ കപിലന്റെ സാംഖ്യ തത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന്റെ പൊരുൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഉദാഹരണം നിങ്ങളെ വ്യക്തമാക്കാൻ വിചാരിച്ചത് വളരെ ഗഹനമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കുന്ന ഒരു വിഷയത്തെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോബഹി സമന്വത്യേഷ സത്വാനം ഭഗവാനാത്മമായയാം. സത്വാനാം അന്തഃ പുരുഷരൂപേണ ബഹിഃ കാലരൂപേണ ആത്മമായ യഹ സമന്വേതി ഏഷ ഭഗവാൻ. ഇവനാണ് ഭഗവാൻ, ഇവനാണ് ഈശ്വരൻ, ഇവനാണ് പുരുഷൻ. അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോബഹി സമന്വേത്യേഷ സത്വാനാം ഭഗവാനാത്മമായയാം. സത്വാനാം അന്തഃപുരുഷരൂപേണ കാലരൂപേണ യോബഹി സമന്വത്യേഷ സത്വാനാം ഭഗവാൻ ആത്മമായയാം. ദൈവാക്ഷുഭിതധർമ്മിണ്യാം സുഫ്യാം യോനൗ പരപ്പുമാൻ ആധത്തവീര്യം സാഭൂതാമഹത്തത്വം ഹിരണ്മയം. ദൈവാത് ക്ഷുഭിതധർമ്മിണ്യാം.
ദൈവം എന്നുള്ളതിനെ നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു ഈശ്വരൻ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജീവന്മാർക്ക് കാണാനാവാത്ത ഒരു ശക്തി, അദൃഷ്ടം എന്നൊരു വാക്കാണ് അത് സാഖ്യം ഉപയോഗിക്കുന്നത്. ഇതിനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, പിന്നെ എന്താണ് അനുമാനം കൊണ്ടൊക്കെ നിശ്ചയിക്കാം ഇതിങ്ങനെയാണ് എന്നുള്ളത്. ഏതോ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. ആ ശക്തി കൊണ്ട്, അതിന് ദൈവത്തിന് ശക്തി എന്ന് വിളിച്ചാൽ ക്ഷുഭിത ധർമ്മിണ്യാം, അതുകൊണ്ട് ക്ഷോഭിച്ച ധർമ്മങ്ങളോട് കൂടിയ ഫുഫ്യാം യോനവും, തന്റെ തന്നെ ഉൽപ്പത്തി സ്ഥാനത്ത് പരപ്പുമാൻ, പരമനായ പുരുഷൻ വീര്യം ആധത്ത, വീര്യത്തെ ആധാനം ചെയ്യുന്നു. വീര്യം എന്നുള്ളത് തന്റെ ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയെ പരമപുരുഷനായ ഭഗവാൻ ഉത്ഭവസ്ഥാനത്ത് ധർമ്മങ്ങൾ ക്ഷോഭിക്കുന്നവർ, കാലം ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോഴിവിടെ കാലം ചലനമാണ്, ചലനം ക്ഷോഭമാണ്, ക്ഷോഭമുണ്ടാക്കുന്ന ചലനമാണ്. സൃഷ്ടിയുടെ ആദ്യത്തെ പ്രക്രിയ ഈ കാലം കൊണ്ട് ക്ഷോഭം ഉണ്ടാകുന്നു, ചലനം ഉണ്ടാകുന്നു. ആധുനിക സയൻസും ഈ ക്ഷോഭത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മാത്രം. അതിന് കുറെ തിയറികൾ ആവിഷ്കരിക്കുന്നുണ്ട്. തിയറികളൊക്കെ അറിയാം, പക്ഷെ ഈ തിയറി എന്തുകൊണ്ട് ഇങ്ങനെ ഇത് ക്ഷോഭിക്കുന്നു എന്ന് പറയാൻ വേദാന്തം എത്തുന്നത് ആ പുരുഷനായ ഈശ്വരന്റെ ഇച്ഛാശക്തിയിലേക്കാണ്. പക്ഷെ സയൻസിന് അവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് എന്തുകൊണ്ടോ എന്ന് പറഞ്ഞ് അവിടെ ഉപസംഹരിക്കുകയാണ് സയൻസ് ശാസ്ത്രം ചെയ്യുന്നത്. ഫാഫൂത മഹത്തത്വം ഹിരൺമയം. അപ്പോൾ നല്ല പ്രകാശമുള്ള, ഹിരൺമയം എന്ന് വെച്ചാൽ ശോഭിക്കുന്ന, തിളങ്ങുന്ന എന്നേ ഉള്ളൂ. മഹത്തത്വത്തെ അഫൂത ഉണ്ടാക്കി, പ്രസവിപ്പിച്ചു, ഉദ്ഭവിപ്പിച്ചു. കാലത്തിൽ നിന്നുമാണ് മഹത്ത് എന്നൊരു തത്വം ഉണ്ടാവുക. മഹത്തെന്ന ശക്തിമത്തായത്. ഈ പ്രപഞ്ചം മുഴുവനും സൂക്ഷ്മ സ്വരൂപത്തിൽ ആദിപുരുഷനായ ഭഗവത് സ്വരൂപത്തിന്റെ ഉള്ളിൽ നിദ്ര പ്രാപിച്ച് നിശ്ചലമായിരിക്കുന്ന ഒരവസരത്തിൽ ആ ഭഗവാന്റെ ഇച്ഛയെന്ന ശക്തി ഒന്ന് പ്രവർത്തിച്ചപ്പോൾ നിശ്ചലമായിരിക്കുന്ന വെള്ളത്തിൽ ഒരു കല്ലിട്ടാൽ ഓളം ഉണ്ടാകുന്നത് പോലെ തൻ്റെ ഇച്ഛാശക്തി എന്ന കല്ല് അതിലേക്ക് നിക്ഷേപിച്ചപ്പോൾ ചലനാത്മകമായ ഒരു ഓളമുണ്ടായി. ഈ വിക്ഷോഭം കൊണ്ട് ഈ ചലനത്തിൽ നിന്നും മഹത്ത് എന്ന ശക്തി ഉണ്ടായി. ഈ വെള്ളത്തെ ചലിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് മഹത്തെന്ന്. അതിവിടെ ഈ പ്രകൃതിയിൽ മഹത്തെന്ന ഒരു തത്വം, ഒരു ശക്തി ആദ്യം ഉണ്ടായി. അപ്പം എന്താണ് 24 തത്വങ്ങൾ, അവയോട് ഈശ്വരൻ എന്ന് 25ാമത്തെ തത്വവും കൂടി ചേർന്നപ്പോൾ കാലമുണ്ടായി, കാലത്തിന് ചലനമുണ്ടായി. അതിനെയാണ് മഹത്തെന്ന തത്വമായി പറയുന്നത്. ദൈവാക്ഷുഭിതധർമ്മിണ്യാം സുഫ്യം യോനൗ പരപ്പുമാൻ ആധത്തവീര്യം ഫാഫൂത മഹത്തത്വം ഹിരൺമയം. ദൈവാത് ക്ഷുഭിതധർമ്മിണ്യാം സുഫ്യാം പരപ്പുമാൻ വീര്യം ആധത്ത ഫ ഹിരൺമയം മഹത്തത്വം അഫൂത. ദൈവാക്ഷുഭിതധർമ്മിണ്യാം സുഫ്യം യോനൗ പരപ്പുമാൻ ആധത്തവീര്യം ഫാഫൂത മഹത്തത്വം ഹിരൺമയം. ദൈവാക്ഷുഭിതധർമ്മിണ്യാം സുഫ്യം യോനൗ പരപ്പുമാൻ ആധത്തവീര്യം ഫാഫൂത മഹത്തത്വം ഹിരൺമയം. വിശ്വമാത്മകതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുരാം സ്വതേജസാ ബിഭത്തീവ്രം ആത്മപ്രസ്വാപനം തമാം. വിശ്വം ആത്മഗതം വ്യഞ്ജൻ, ആത്മഗതം വിശ്വം വ്യഞ്ജൻ, തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന, വന്നു ചേർന്ന, പ്രാപിച്ച സൂക്ഷ്മ സ്വരൂപത്തെ പ്രാപിച്ചിരിക്കുന്ന ഈ വിശ്വത്തെ, പ്രപഞ്ചത്തെ, ലോകത്തെ വ്യഞ്ജൻ, വ്യഞ്ജിപ്പിക്കുമാറ്, അതിനെ വ്യഞ്ജിപ്പിച്ചുകൊണ്ട് കൂടസ്ഥനായ ഭഗവാൻ
കൂടസ്ഥൻ വെച്ചാൽ ഇളകാതിരിക്കുന്ന നിശ്ചലനായ നാശരഹിതനായ ഭഗവാൻ. ജഗദങ്കുരഹ, ജഗത്തിന്റെ അങ്കുരമായിരിക്കുന്ന ഭഗവാൻ. സ്വതേജസ അപിബത് തീവ്രം ആത്മപ്രസ്വാപനം നമ. സ്വന്തം തേജസ് കൊണ്ട് ആത്മപ്രസ്വാപനം, തന്നെ കൂടി ഉറക്കിക്കിടത്തിയിരിക്കുന്ന ആ തമസിനെ, ഇരുട്ടിനെ കുടിച്ചു, അതിനെ കുടിച്ചു വെട്ടിച്ചു. അതുകൊണ്ട് ആ ബ്രഹ്മതത്വത്തെ, ബ്രഹ്മശക്തിയെ കൂടസ്ഥം എന്ന് വിളിക്കുന്നത് അതിന് ചലനമില്ല, ഇളക്കമില്ല, ലയമില്ല, വികാരമില്ല, വിക്ഷേപാദികളില്ല, ഒന്നുമില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന ചരാചരാത്മകമായ ലോകം മുഴുവനും ഇതിലടങ്ങിയിരിക്കുന്നതാണ്. വൃക്ഷത്തിൽ കാണപ്പെടുന്ന ഇലകള്, പുഷ്പങ്ങള്, കായ, ഇതെല്ലാം അതിൻ്റെ ചെറിയ ഒരു ബീജത്തിൽ, അങ്കുരത്തിൽ അടങ്ങിയിരിക്കുന്നത് പോലെ ഒരു വലിയ ആൽവൃക്ഷം മുഴുവൻ ആലിന്റെ ചെറിയ പഴുത്ത കായ്ക്കകത്ത്, ചെറിയ തരികൾക്കകത്ത്, പക്ഷെ കണ്ണുകൊണ്ട് പോലും കണ്ടെത്താനാവാത്ത സൂക്ഷ്മമായ ആ തരികൾക്കകത്ത് ഈ ആൽമരം മുഴുവൻ നിറഞ്ഞുകൊണ്ട് ഇത് എന്ത് ചെയ്യണം? ഒന്ന് പാകി കിളിപ്പിച്ച് എന്താണ് വലുതായി വന്നാൽ പഴയ പോലെ ആൽമരമാവും. ഇതുപോലെയാണ് ഈ പ്രപഞ്ചം മുഴുവനും ഈ ആൽമരത്തിന്റെ കായ്ക്കകത്തെ ചെറിയ തരി പോലെ സൂക്ഷ്മമായി തീർന്നിട്ട് ഭഗവാന്, കൂടസ്ഥനായ ഭഗവാന്റെ ഉള്ളിൽ ജഗത്തിന് അങ്കുരമായി വ്യഞ്ജിപ്പിച്ചുകൊണ്ട് ആ ഭഗവാൻ അതുവരെ ഉണ്ടായിരുന്ന ആ ഇരുട്ടെന്ന ഭാവത്തെ, അജ്ഞാനത്തെ സ്വന്തം ശക്തി കൊണ്ട് എന്ത് ചെയ്തു? കുടിച്ചു. അപിബത്, തന്നിരിക്കുന്ന ലോകത്തെ ഈ മഹത്വത്വം എന്ന തന്റെ വികാസം കൊണ്ട് തടഞ്ഞിട്ട് അന്ധകാരത്തെ മുഴുവൻ തന്റെ പ്രഭ കൊണ്ട് നശിപ്പിച്ചു. വിശ്വമാത്മകതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുരാം സ്വതേജസാഭിഭക്തീവ്രം ആത്മപ്രസ്വാപനം തമാം. കൂടസ്ഥ ജഗദങ്കുരഃ ആത്മഗതം വിശ്വം വ്യഞ്ജൻ ആത്മപ്രസ്വാപനം തമഃ സ്വതേജസ അഭിഭത്. വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുരാം സ്വതേജസാഭിഭത് തീവ്രം ആത്മപ്രസ്വാപനം തമാം. വിശ്വമാത്മഗതം വ്യഞ്ജൻ കൂടസ്ഥോ ജഗദങ്കുരാം സ്വതേജസാഭിഭത് തീവ്രം ആത്മപ്രസ്വാപനം തമാം. യത്തത് സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവത പദം യമാഹുർവാസുദേവാഖ്യം ചിത്തം തന്മഹദാത്മകം. യത് തത് സത്വഗുണം, യാതൊന്നാണോ അത്, ആ മഹത്തായ ആ തത്വം, സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവത പദം, അത് സത്വഗുണമാണ്, സ്വച്ഛമാണ്, നിർമ്മലമാണ്, ശാന്തമാണ്, ഇളക്കമില്ലാത്തതാണ്. ഭഗവത പദം, ഭഗവാന്റെ സ്ഥാനമാണ്. പദം ച സ്ഥാനമാണ്, പാദമല്ല പദം. അങ്ങനെയുള്ള യാതൊരു സത്വഗുണം, സ്വച്ഛം ശാന്തം ഭഗവത പദം, യത് സത്വഗുണം, യാതൊരു സത്വഗുണം ഉണ്ടോ അതിനെ യത് ആഹുഹു വാസുദേവാഖ്യം, അതിന് വാസുദേവൻ എന്ന പേരോടുകൂടിയ ചിത്തം എന്നതിന് അറിയപ്പെടുന്നു. അത് മഹദാത്മകം, മഹത്വത്വ സ്വരൂപമാണ്. ഈ ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് 4 ഘടകങ്ങൾ അന്ധകരണത്തിലെ ശക്തിയായിട്ട് പറഞ്ഞു. ആ 4നെയും ഭഗവാന്റെ ചുറ്റും വ്യാപരിച്ചിരിക്കുന്ന 4 വ്യൂഹങ്ങളായിട്ട് ഭാവന ചെയ്യുക. വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ഈ 4 വ്യൂഹങ്ങൾ. ഈ 4 വ്യൂഹങ്ങൾ, വാസുദേവൻ ചിത്തമാണ്, സംഘർഷണൻ അഹങ്കാരമാണ്, അനിരുദ്ധൻ മനസ്സാണ്, പ്രദ്യുമ്നൻ ബുദ്ധിയാണ്. ഇങ്ങനെ പ്രസംഗവശാൽ 4 ഘടകത്തെ കൂടി ഇവിടെ വ്യൂഹങ്ങളെ കൂടി സൂചിപ്പിച്ചു വിടുകയാണ്. അതുകൊണ്ടാണ് വാസുദേവാഖ്യം ചിത്തം തൻ മഹദാത്മകം. വാസുദേവൻ എന്നു പേരുള്ള ആ ചിത്തം
മഹത്തെന്ന സ്വരൂപത്തോടു കൂടിയതാണ്. അങ്ങനെ യാതൊരുവിധ മാലിന്യത്തിന്റെ സ്പർശം പോലുമില്ലാതെ സ്വച്ഛമാണ്, നിർമ്മലമാണ്. അതേപോലെ രാഗാദിവൃത്തികൾ ഒന്നും ബാധിക്കാത്തത് കൊണ്ട് ശാന്തമാണ്. അങ്ങനെയുള്ള ചലനത്തിന് വിഷയമല്ലാത്ത ഭഗവാന്റെ സ്വരൂപത്തെ നന്നായി അറിയുന്ന ആ സത്വഗുണമെന്ന് യാതൊരു സ്ഥാനമുണ്ടോ അവിടെ അതിനെ വാസുദേവൻ എന്നുകൂടി ഒരു പേരുണ്ട്. അതിനെയാണ് ചിത്തം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ സ്വരൂപത്തിന്റെ പേര് മഹത്തത്വം എന്നാണ്. എന്നിങ്ങനെ അധിഭൂതമായിട്ട് ഈ ഗോളാകൃതിയിലിരിക്കുന്ന ഈ ഭൂമിയെ ആദ്യം മഹത്തെന്ന ഒരു തത്വമായി സങ്കല്പിച്ചിട്ട് അധ്യാത്മരൂപമായ ഇന്ദ്രിയ രൂപമായിട്ട് അതിന് സങ്കല്പിച്ച് അതിൽ നിന്ന് മഹത്തുണ്ടായി, അത് ചിത്തമായി പരിണമിച്ചു. എന്നിങ്ങനെ വാസുദേവൻ എന്നുള്ള ആദ്യത്തെ വ്യൂഹത്തിന്റെ, വ്യൂഹം എന്ന് വെച്ചാൽ ചുറ്റും വ്യാപരിച്ചിരിക്കുന്ന ഒരു സൈന്യം പോലെ തന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന ആദ്യത്തെ ശക്തി. യത്തത്സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവത പദം യദാഹുർവാസുദേവാഖ്യം ചിത്തം തന്മഹദത്മകം. സ്വച്ഛം ശാന്തം ഭഗവത പദം, സത്വഗുണം യത് വാസുദേവാഖ്യം ചിത്തം യത് തത് മഹദ. യത്തത്സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവത പദം യദാഹുർവാസുദേവാഖ്യം ചിത്തം തന്മഹദത്മകം. യത്തത്സത്വഗുണം സ്വച്ഛം ശാന്തം ഭഗവത പദം യദാഹുർവാസുദേവാഖ്യം ചിത്തം തന്മഹദത്മകം. സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വമിതി ചേതസാം വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാ വാം പ്രകൃതി പരാം. സ്വച്ഛത്വം, അവികാരിത്വം, ശാന്തത്വം ഇതി എന്നിങ്ങനെ. സ്വച്ഛമായിരിക്കുന്ന അവസ്ഥയാണ് സ്വച്ഛത്വം. അവികാരിത്വം, മാറ്റമില്ലാതിരിക്കുന്ന അവസ്ഥ. ശാന്തത്വം, രാഗാദികളായ കാമരാഗാദികളായ വൃത്തികളൊന്നും ബാധിക്കാത്ത അവസ്ഥ, അതാണ് ശാന്തത. ഇത് മൂന്നും ഇതി വൃത്തിഭിഹി എന്നുള്ള മൂന്ന് വൃത്തികളെ കൊണ്ട്, സ്വച്ഛത്വം, അവികാരിത്വം, ശാന്തത്വം ഇത് വൃത്തിഭിഹി എന്നുള്ള വൃത്തികളെ കൊണ്ട് എന്നുള്ള ഈ വൃത്തികളെ കൊണ്ട്, വൃത്തികൾ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ലക്ഷണം പ്രോക്തം, ലക്ഷണം പറഞ്ഞു. യഥാ അപാതിപര, എപ്രകാരമാണോ ജലത്തിന്റെ പരാപ്രകൃതി, ആദ്യത്തെ സ്വഭാവം, ജലത്തിന്റെ ആദ്യത്തെ പ്രകൃതി എന്ന പോലെ ചേതസിന്റെ ലക്ഷണം, അടയാളം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ചിത്തം എന്നുള്ളത് ചേതസാണ്. അതിൻ്റെ ലക്ഷണമാണ് ഇവിടെ പറഞ്ഞത്. ഹൃദയഗുഹയിൽ പ്രകാശിക്കുന്ന ഒരു ശക്തിയാണ് ഇവിടെ ചിത്തം എന്ന് വിളിക്കാൻ പുറപ്പെടുക. അതിന് വിക്ഷേപങ്ങളോ ലയങ്ങളോ ഒന്നും ബാധിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ആണ് അതിനെ ചിത്തം എന്ന് വിളിക്കും. ജ്ഞാനത്തെ മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അവിടെ മറ്റൊരു വിക്ഷോഭങ്ങളൊന്നും അതിൻ്റെ അകത്തുണ്ടാവില്ല. ഇപ്പൊ തിരമാല, നുര മുതലായ വികാരങ്ങളൊന്നുമില്ലാത്ത വെള്ളം പോലെ ജലത്തിന്റെ ലക്ഷണം ഈ നിർമ്മലതയും മധുരതയുമാണ്. ജലേ മധുരേവ രസ. ജലത്തിന്റെ രസം എന്താന്ന് ചോദിച്ചാൽ മധുരം തന്നെയാണ്. അതേപോലെയാണ് ചവർപ്പ്, പൊടിപ്പ് മുതലായ രസഭേദങ്ങൾ ഭൂമി, കാറ്റ് എന്നിവയുള്ള സംബന്ധം കൊണ്ടാണ് വെള്ളത്തിനുണ്ടാകുന്നത്. അല്ലെങ്കിൽ വെള്ളത്തിന് ഈ മാറ്റം ഉണ്ടാവില്ല. വെള്ളത്തിന്റെ യഥാർത്ഥ സ്വഭാവം അത് തന്നെയാണ്. അതുകൊണ്ട് ചേതസ്സിന്
ഏതെങ്കിലും രാഗാദിവൃത്തികൾ കൊണ്ട് കാലുഷ്യം ഉണ്ടായാൽ വികാരങ്ങൾ ഉണ്ടാകും. മറ്റൊരു സംബന്ധം കൊണ്ടാണ് വെള്ളത്തിന് ചവർപ്പും കയ്പും ഒക്കെ തോന്നിക്കുന്നത് മറ്റുള്ള ഒരു പദാർത്ഥത്തിന് സംബന്ധം കൊണ്ടാണ്. അതുപോലെയാണ് ഇവിടെ ചേതസ്സിന്, ചിത്തത്തിന് കാലുഷ്യമോ രാഗമോ ക്രോധമോ കോപമോ ഒക്കെ ഉണ്ടാകുന്നത് മറ്റെന്തെങ്കിലും വിഷയവുമായിട്ട് ബന്ധിക്കുമ്പോഴാണ്. സ്വതവേ അത് ഉള്ളതല്ല. അതുകൊണ്ടാണ് ചിത്തം ശാന്തമാകുന്നത്. കോപിച്ചു കഴിഞ്ഞാൽ ശാന്തമാകുന്നത് അതിൻ്റെ സ്വസ്ഥഭാവം എപ്പോഴും അത് തന്നെയാണ്. ഒരു നിമിത്തം കൊണ്ട്, ഒരു കാരണം കൊണ്ട് അത് ക്ഷുഭിതമായി മാറും, വീണ്ടും തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരും. ഇത് ആനന്ദാവസ്ഥയാണ്, ഇത് ഈശ്വരാവസ്ഥയാണ്. ഇത് ശരിയായി പ്രതിഫലിക്കാനുള്ളൊരു ഉപായം മാത്രമാണ് ഇവിടെ നിർദ്ദേശിച്ചത്. ഈ നിലയിൽ ബന്ധവും മോക്ഷവുമൊക്കെ നമുക്ക് ചിത്തത്തിൻ്റെ സ്വന്തം നിലയിൽ വരാനുള്ള അഭ്യാസങ്ങൾ ചെയ്ത് സംസാരബന്ധ നിർമുക്തിക്ക് കാരണമായി തീരണം എന്ന് സാഖ്യം ഉപദേശിക്കുകയാണ്. സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇത് ചേതസാം വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാവാം പ്രകൃതിപരാം. സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇതി വൃത്തിഭിഃ അപാം പരാപ്രകൃതിഃ യഥാ ചേതസഃ ലക്ഷണം പ്രോക്തം. സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇതി ചേതസാം വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാവാം പ്രകൃതിപരാം. സ്വച്ഛത്വം അവികാരിത്വം ശാന്തത്വം ഇതി ചേതസാം വൃത്തിഭിർലക്ഷണം പ്രോക്തം യഥാവാം പ്രകൃതിപരാം. മഹത്തത്വാദ്വികുർവാണാത് ഭഗവദ്വീര്യസംഭവാത് ക്രിയാശക്തിരഹങ്കാരത്രിവിധസ്വമവദ്യതാം. മഹത്തത്വാത് വികുർവാണാത്, വികാരം പ്രാപിച്ച മഹത്തത്വം. വികുർവാണാത് മഹത്തത്വാത്. അപ്പൊ മഹത്ത് എന്നുള്ളത് ചലനത്തിന്റെ ശക്തിയാണ് എന്ന് പറഞ്ഞു. ചലനമാണെങ്കിൽ മാറ്റം ഉണ്ടാകും, വികാരം ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വികുർവാണാത് മഹത്തത്വാത്, മാറ്റമുണ്ടാകുന്ന മഹത്തത്വത്തിൽ നിന്നും ഭഗവത് ബീജസംഭവാത്, ഭഗവാന്റെ ബീജത്തോടു കൂടിയതുമായ ക്രിയാശക്തി അഹങ്കാര ത്രിവിധ സമപത്യത. ഇച്ഛാശക്തി എന്നും ക്രിയാശക്തി ഉണ്ടാകും. ആ ക്രിയാശക്തിയുടെ പേര് അഹങ്കാരം എന്നാണ്. അത് 3 വിധത്തിലാണ് വന്നു ഭവിച്ചത്. സമപദ്യത. മഹത്തത്വാദ്വികുർവാണാത് ഭഗവദ്ബീജസംഭവാത് ക്രിയാശക്തിരഹങ്കാര ത്രിവിധ സമപദ്യത. ഭഗവദ്ബീജസംഭവാത് വികുർവാണാത് മഹത്തത്വാത് ക്രിയാശക്തി ത്രിവിധ അഹങ്കാര സമപദ്യത. മഹത്തത്വാത് വികുർവാണാത് ഭഗവദ്ബീജസംഭവാത് ക്രിയാശക്തിരഹങ്കാര ത്രിവിധ സമപദ്യതാം. മഹത്തത്വാത് വികുർവാണാത് ഭഗവദ്ബീജസംഭവാത് ക്രിയാശക്തിരഹങ്കാര ത്രിവിധ സമപദ്യതാം. വൈകാരികസ്തൈജസശ്ചാം താമസശ്ച യതോ ഭവാം മനസശ്ചേന്ദ്രിയാണാം ച ദാനം മഹതാമപി. വൈകാരിക, തൈജസ, താമസശ്ച, അങ്ങനെയാണ് 3ആയിട്ട് അഹങ്കാരം തിരിയുന്നത്. ക്രിയാശക്തി എന്ന അഹങ്കാരം 3ആയിട്ട് തിരിയുന്നു. വൈകാരിക, സത്വഗുണപ്രധാനമായത്. തൈജസ, രജോ ഗുണപ്രധാനമായത്. താമസ, തമോ ഗുണപ്രധാനമായത്. എന്നിങ്ങനെ വൈകാരിക, തൈജസശ്ച താമസശ്ച യതോ ഭവ, യാതൊന്നാണോ ഭവിക്കുന്നത്, മനസഃ ച, മനസ്സിനെയും ഇന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങളെയും മഹതാം ഭൂതാനം, മഹത്തായ ഭൂതങ്ങളുടെയും പഞ്ചമഹാഭൂതങ്ങളുടെയും ഭവ സംഭവം യതഃ യാതൊന്നിൽ നിന്നാണ്. വൈകാരികം, തൈജസം, താമസം എന്ന് 3 വിധ അഹങ്കാരത്തിന് 3ആയിട്ട് പേര് കൊടുത്തു. ഞാനെന്ന അവസ്ഥയ്ക്ക് 3 പേര് വന്നാണ്. ഞാൻ ചിലപ്പോൾ
സത്വഗുണമാകും, ഞാൻ ചിലപ്പോൾ രജോഗുണമാകും, ഞാൻ ചിലപ്പോൾ തമോ ഗുണമാകും. ഇത് മൂന്നും ഞാനാകും. ഞാൻ ദുഷ്ട സ്വഭാവക്കാരനാകും, ഞാൻ മലിന സ്വഭാവക്കാരനാകും, ഞാൻ ഇതൊന്നും ബാധിക്കാത്ത ഈശ്വരൻ മാത്രം ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഭക്തനായിട്ട് മാറാം. ഒരാൾ തന്നെ മൂന്നായിട്ട് മാറും. ഒരാളെന്ന് പറയുന്നത് ഞാൻ എന്ന വ്യക്തിസത്തയാണ്. അത് മൂന്നായിട്ട് മാറുമ്പോൾ ഞാനെന്ന അഹങ്കാരം മൂന്നായിട്ട് മാറി എന്നർത്ഥം. അതുകൊണ്ടാണ് അത് 3 വിധത്തിലുണ്ട്. അത് രജോ ഗുണം കൊണ്ടാണ്. അപ്പം അഹങ്കാര ത്രിവിധ സമദ്യപദ്യത വൈകാരിക തൈജഫശ്ച താമഫശ്ചേതോ ഭവ. ഇത് മൂന്നും, ഈ 3 ഗുണങ്ങളും അതേപോലെ സാത്വിക അഹങ്കാരത്തിൽ നിന്നുണ്ടായ മനസ്സും രാജസാഹങ്കാരത്തിൽ നിന്നുണ്ടായ ഇന്ദ്രിയങ്ങളും തമോഹങ്കാരത്തിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങളും ഉണ്ട്. മനഃശ്ച ഇന്ദ്രിയാണാഞ്ച മഹതാം ഭൂതാനാം അഭി അവഹ. ഭവന്ത് സംഭവം സൃഷ്ടി. അപ്പൊ അതിലെ ആദ്യത്തെ വൈകാരികമെന്ന സത്വഗുണപ്രധാനത്തിൽ നിന്നും മനസ്സുണ്ടായി. രണ്ടാമത്തേതായ ഇന്ദ്രിയങ്ങളിൽ നിന്നും രാജസാഹങ്കാരത്തിൽ നിന്നും ഇന്ദ്രിയങ്ങളുണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്നും മഹതാമഭിഭൂതാനാം ഭവ, മഹത്തായ ഭൂതങ്ങളുടെ സൃഷ്ടിയും ഉണ്ടായി. വൈകാരിക തൈജഫശ്ചാതാമഫശ്ചേതോ ഭവാം മനഃശ്ച ഇന്ദ്രിയാണം ച ഭൂതാനാം മഹതാമഭി. വൈകാരിക തൈജസ താമസ മനഃ ഇന്ദ്രിയാണം മഹതാം ഭൂതാനാം അഭി ഭവഃ യതഃ. വൈകാരികസ്തൈജഫശ്ചാതാമഫശ്ചേതോ ഭവാം മനഃശ്ച ഇന്ദ്രിയാണം ച ഭൂതാനാം മഹതാമഭി. വൈകാരികസ്തൈജഫശ്ച താമഫശ്ചേതോ ഭവാം മനഃശ്ച ഇന്ദ്രിയാണം ച ഭൂതാനാം മഹതാമഭി. സഹസ്രശിരസം സാക്ഷാത് യം അനന്തം പ്രചക്ഷതേ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയമനോമയം. സഹസ്രശീർഷാഹ പുരുഷ എന്ന് ആ പുരുഷസൂക്തത്തിൽ പറഞ്ഞതുപോലെ സഹസ്രശിരസം, അനന്തങ്ങളായ ശിരസുകളോട് കൂടിയവനും സാക്ഷാത് യം അനന്തം പ്രചക്ഷത്തെ, അനന്തമായ ശിരസുള്ളത് കൊണ്ട് യാതൊരു ശക്തിയെ അനന്തൻ എന്ന് വിളിക്കപ്പെടുന്നുവോ ആ പുരുഷനെയാണ് അനന്തൻ എന്ന് വിളിക്കുന്നത്. സഹസ്രശീർഷം സാക്ഷാത് യം അനന്തം സാക്ഷാദ്യമനന്തം പ്രചക്ഷത്തെ. അതിനെ സംഘർഷണാഖ്യം പുരുഷം, അതിന് രണ്ടാമത്തെ സംഘർഷൺ എന്നു പേരുള്ള പുരുഷനായിട്ട് ഭൂതേന്ദ്രിയ മനോമയം, ഭൂതവും ഇന്ദ്രിയവും മനസ്സും കൂടിച്ചേർന്നായി തീരുന്നു. അഹങ്കാരത്തെ തന്നെയാണ് സംഘർഷണൻ എന്ന് പറയുന്നത്. വാസുദേവന്റെ മുമ്പേ പറഞ്ഞു, ഇപ്പൊ സംഘർഷണൻ. ആ അഹങ്കാരത്തിൽ നിന്നും പ്രതിഫലിച്ചിട്ടാണ് സംഘർഷണൻ എന്ന ദേവനും അഹങ്കാര തത്വവും നമുക്ക് ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ദേവതയൊക്കെ നമുക്ക് ഇപ്പൊ പറഞ്ഞത്. ഒരു വ്യക്തിയിൽ ഞാനെന്ന തോന്നുന്ന ഒരു ഭാവമുണ്ട്. അത് നമ്മുടെ അവയവങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഈ ഞാൻ, നഖം മുതൽ മുടി വരെ എല്ലാത്തിലും ഞാനുണ്ട്. എൻ്റെ നഖം, എൻ്റെ മുടി എന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഇവിടെ എല്ലാം സകല വ്യക്തികളും ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് സഹസ്ര ശിരഫ്, സഹസ്രം കൈകള്, സഹസ്രം കാലുകൾ എന്ന ഒരു ഭാവന സംഘർഷണ ഉപാസനയ്ക്ക് ആവശ്യമാണെന്ന് ധരിച്ചുകൊള്ളൂ. ഇത് ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ ഇവിടെ പൂർണ്ണമായി. സഹസ്രശിരഫം സാക്ഷാദ്യമനന്തം പ്രചക്ഷതേ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം. ഭൂതേന്ദ്രിയ മനോമയം യം സംഘർഷണാഖ്യം സഹസ്രശിരഫം സാക്ഷാത് അനന്തം പുരുഷം പ്രചക്ഷത്തെ. സഹസ്രശിരഷം
ശിരസം സാക്ഷാദ്യമനന്തം പ്രചക്ഷതേ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയമനോമയം സഹസ്രശിരസം സാക്ഷാദ്യമനന്തം പ്രചക്ഷതേ സംഘർഷണാഖ്യം പുരുഷം ഭൂതേന്ദ്രിയമനോമയം. കർത്തൃത്വം കരണത്വം ച കാര്യത്വം ചേതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതിവാ സ്യാദഹം കൃതേ. കർത്തൃത്വം ഞാൻ കർത്താവാണ് എന്നുള്ള ഭാവം, കരണത്വം ഞാൻ ഉപകരണങ്ങളാണ് എന്ന ഭാവം, കാര്യത്വം ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഇതൊക്കെ എൻ്റേതാണ് എന്നുള്ള കാര്യത്വം എന്നിങ്ങനെ മൂന്നെണ്ണം. കർത്തൃത്വം, കർണത്വം, കാര്യത്വം, ചേതി ലക്ഷണം. ഈ ലക്ഷണങ്ങൾ ശാന്തഘോര വിമൂഢത്വമിതി, അത് ശാന്തം, ഘോരം, വിമൂഢം എന്ന അഹങ്കാരത്തിന്റെ ലക്ഷണമായിട്ട് തന്നെ തീരും എന്നർത്ഥം. അഹങ്കാരത്തിന്റെ ലക്ഷണം വേറൊരു വിധത്തിൽ പറയാൻ പോവാം. ആദ്യം ഞാനാണ് ചെയ്യുന്നുള്ള കർത്തൃത്വ ഭാവന ഉണ്ടാവുക, എൻ്റെ കണ്ണാണ്, എൻ്റെ ചെവിയാണ്, എൻ്റെ മൂക്കാണ്, നാക്കാണെന്ന് ഇന്ദ്രിയങ്ങൾ എന്ന ഒരവസ്ഥ ഉണ്ടാവുക. പിന്നീട് ഭൂതങ്ങൾ എന്നുള്ള ഭാവത്തില് കാര്യസ്വരൂപത്തെയും വഹിക്കുന്ന ഒരഹങ്കാരമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും. അപ്പൊ ഞാൻ ഇതിന്റെ കർത്താവാണ്, ഞാൻ ഉപകരണമാണ്, ഞാൻ തന്നെ കാര്യവുമാണ്. ഇത് മൂന്നും ഒന്നിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ജീവാത്മാവിന് വൈകാരികമായ ബന്ധം കൊണ്ട് ആണ് മാറ്റമുണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ കർത്താവാണെന്ന് അഭിമാനിക്കുകയും തൈജസ്സുമായ അഹങ്കാരം കൊണ്ട് ഇന്ദ്രിയമുള്ളവനാണെന്ന് അഹങ്കരിക്കുകയും താമസാഹങ്കാരം കൊണ്ട് ഞാൻ ശരീരമുള്ളവനാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു. ഇത് മൂന്ന്. അതുകൊണ്ട് ജീവാത്മാവിന്റെ പലവിധത്തിലുള്ള ഭാവങ്ങൾക്ക് കാരണം സത്വ ആദികളായ മൂന്ന് ഗുണങ്ങളാണ് എന്ന് അവയുടെ ചേർച്ചയാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കുകയാണ്. കർത്തൃത്വം കർണത്വം ജാകാര്യത്വം ചേതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതിവാസ്യാദഹം കൃതേ. കർത്തൃത്വം കർണത്വം കാര്യത്വം ശാന്തഘോര വിമൂഢത്വം അഹംകൃതേ സ്യാത്. കർത്തൃത്വം കർണത്വം ജാകാര്യത്വം ചേതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതിവാസ്യാദഹം കൃതേ. കർത്തൃത്വം കർണത്വം ജാകാര്യത്വം ചേതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതിവാസ്യാദഹം കൃതേ. വൈകാരികാദ്വികുർവാണാൻ മനസ്തത്വമജായതാം യത് സങ്കല്പ വികല്പാഭ്യാം വർത്തതേ കാമസംഭവം. ഇനിയും അടുത്ത് വൈകാരികമായ ഭാവത്തിന്റെ വികാരം കൊണ്ട് മനസ്സിന്റെ തത്വം ഉണ്ടായി. മനസ്സിന്റെ ഉൽപ്പത്തി ലക്ഷണം പറയുകയാണ്. സാത്വിക അഹങ്കാരത്തിന്റെ വികാരത്തിൽ നിന്നാണ് മനസ്സ് എന്ന് നേരത്തെ പറഞ്ഞു. മനസ്സെന്ന തത്വം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇവിടെ വൈകാരികാത് വികുർവാണാത് മനഃ തത്വം അജായത. വൈകാരികമായ അഹങ്കാരത്തിന് വികാരം സംഭവിച്ചപ്പോൾ മനസ്സെന്നുള്ള തത്വം ഉണ്ടായി. യത് സങ്കല്പ വികല്പാഭ്യം വർത്തതെ. ആ മനസ്സ് സങ്കല്പ വികല്പങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിന്റെ ഉൽപ്പത്തിയും ലക്ഷണവും പറയുമ്പോൾ ഓരോ വിഷയത്തിന്റെയും വിശേഷ അവസ്ഥകളെ കുറിച്ച് ഇങ്ങനെ വൈകല്പികമായി ആലോചിക്കാം, അതേപോലെ സങ്കല്പിക്കാം. ഇത് രണ്ടും കാമം എന്നുള്ള മനസ്സിന്റെ വൃത്തി അത് മനസ്സിൽ പ്രകാശിക്കുകയാണ്. ഒന്നിനെ 100 വിധത്തിൽ കാണാൻ പറ്റുക, ഒന്നിനെ ഒന്നായിട്ട് തന്നെ കാണാൻ പറ്റുക, ഇതൊക്കെ മനസ്സിന്റെ വൃത്തികളാണ്, ഭാവങ്ങളാണ്. ഇവയോട് കൂടിയതാണ് മനസ്സിന്റെ തത്വം എന്ന സൃഷ്ടി.
വൈകാരികാദ്വികുർവാണാത് മനസ്തത്വമജായതാം യത് സങ്കല്പവികൽപാഭ്യം വർത്തതേ കാമസംഭവാം. വികുർവാണാത് വൈകാരികാത് മനഃ അജായത യത് സങ്കല്പവികൽപാഭ്യാം കാമസംഭവഃ വർത്തതേ. വൈകാരികാദ്വികുർവാണാത് മനസ്തത്വമജായതാം യത് സങ്കല്പവികൽപാഭ്യാം വർത്തതേ കാമസംഭവാം. വൈകാരികാദ്വികുർവാണാത് മനസ്തത്വമജായതാം യത് സങ്കല്പവികൽപാഭ്യാം വർത്തതേ കാമസംഭവാം. യത് വിദുർഹ്യനിരുദ്ധാഖ്യം ഋഷീകാണാമധീശ്വരം ശാരദേന്ദീവരശ്യാമം സംരാധ്യം യോഗിഭീഷ്വനൈഃ. യത് യാതൊന്നിനെയാണോ ഋഷീകാണാം, യാതൊന്നിനെയാണോ വിദുഹു അനിരുദ്ധാഖ്യം, ഇതിനെയാണ് അനിരുദ്ധം എന്ന് വിളിക്കപ്പെടുന്നത്. ഋഷീകാണാം അധീശ്വരം, ഇന്ദ്രിയങ്ങളുടെ അധീശനാണ് മനസ്സ്. ഋഷീകം എന്ന് വെച്ചാൽ ഇന്ദ്രിയം. ഋഷികേശൻ എന്ന ഭഗവാന് പേര് വന്നത് ഇന്ദ്രിയങ്ങളുടെ നിയന്താവാണ്, ഈശനാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഋഷീകങ്ങളുടെ അധിപതിയായ ഈശ്വരൻ മനസ്സാണ്. ശാരദ ഇന്ദീവരശ്യാമം, സൽക്കാലത്തിലെ ഇന്ദീവരം പോലെ, കരിങ്കൂവളം പോലെ നല്ല കറുത്ത നിറമുള്ള സംരാധ്യം യോഗിഭീഷണി, യോഗികളാൽ പതുക്കെ പതുക്കെ ആരാധിക്കാൻ യോഗ്യനുമായ അനിരുദ്ധൻ എന്നു പേരുള്ള ആ ഒരു വ്യൂഹമാണ് എന്ന് അറിയണം എന്നർത്ഥം. മനസ്തത്വത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവരിക. മനസ്സിൽ അധിവസിക്കുന്ന ദേവൻ അനിരുദ്ധനാണ്, മനസ്സിന്റെ ദേവൻ അനിരുദ്ധനാണ്. സൽക്കാലത്തിലുള്ള നീലത്താമര പോലെയുള്ള വർണ്ണമാണ്, ശ്യാമള വർണ്ണനാണ് അനിരുദ്ധൻ. അവരെ യോഗികൾ മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് മനസ്സ് തന്നെയാണ് അനിരുദ്ധൻ എന്ന് ഉപാസന ദൃഢമാകുമ്പോൾ ഈ ആഗ്രഹങ്ങളെയൊക്കെ സാധിച്ച് കാമത്തിൽ ശുദ്ധിയില്ലായ്മ ഉണ്ടാകും. ഇത് സിദ്ധിക്കലാണ് യോഗികൾ ഉപാസിക്കുന്നത്. അനിരുദ്ധൻ എന്നുള്ള ഒരു വ്യൂഹത്തിന്റെ ഉപാസന രീതിയാണ് പറഞ്ഞത്. വൈകാരികാത് വികുർവാണാത് മനസ്തത്വമജായതാം യത് സങ്കല്പവികൽപാഭ്യാം വർത്തതേ കാമസംഭവാം. വൈകാരികാത് വികുർവാണാത് മനസ്തത്വമജായതാം യത് സങ്കല്പവികൽപാഭ്യാം വർത്തതേ കാമസംഭവാം. യത് വിദുർ ്യനിരുദ്ധാഖ്യം ഋഷീകാണാമധീശ്വരം ശാരദേന്ദീവരശ്യാമം സംരാധ്യം യോഗിഭീഷണൈഃ. യത് ഋഷീകാണാം അധീശം ശാരദേന്ദീവരശ്യാമം യോഗിഭിഃ ശനൈഃ സംരാധ്യം അനിരുദ്ധാഖ്യം വിദു. യത് വിദുർഹ്യനിരുദ്ധാഖ്യം ഋഷീകാണാമധീശ്വരം ശാരദേന്ദീവരശ്യാമം സംരാധ്യം യോഗിഭീഷണൈഃ. യത് വിദുർഹ്യനിരുദ്ധാഖ്യം ഋഷീകാണാമധീശ്വരം ശാരദേന്ദീവരശ്യാമം സംരാധ്യം യോഗിഭീഷണൈഃ. തൈജസാത്തു വികുർവാണാത് ബുദ്ധിതത്വമഭുത്സതി ദ്രവ്യസ്ഫുരണവിജ്ഞാനം ഇന്ദ്രിയാണാനുഗ്രഹം. ഇനി തൈജസത്തിൽ നിന്നും വികുർവാണ, വികാരം സംഭവിച്ച തൈജസത്തിൽ നിന്നും ബുദ്ധിതത്വം അഭൂത്, ബുദ്ധിയുടെ തത്വം ഉണ്ടായി. ഹേ സതി എന്നുള്ള സംബോധനയാണ് പതിവ്രതേ എന്നത്. ദ്രവ്യസ്ഫുരണ വിജ്ഞാനം ഇന്ദ്രിയാണാം അനുഗ്രഹ, ഇന്ദ്രിയങ്ങളുടെ ദ്രവ്യസ്ഫുരണ വിജ്ഞാനം, ദ്രവ്യങ്ങളുടെ അറിവാകുന്ന അനുഗ്രഹവും ഈ തൈജസമായ ബുദ്ധിതത്വത്തിൽ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഹേ പതിവ്രതയായ അമ്മേ, വികാരത്തെ ജനിപ്പിക്കാത്ത തൈജസാഹങ്കാരത്തിൽ നിന്നും ബുദ്ധി എന്നു പേരുള്ള തത്വം ഉണ്ടായി. നേത്രാദികളായ ഇന്ദ്രിയങ്ങൾ അപ്പോൾ ജനിക്കുന്നു. ഇത് കണ്ണാടിയാണ്, ഇത് വസ്ത്രമാണ്, ഇത് ഭക്ഷണമാണ് എന്നിങ്ങനെ രൂപാദികളുടെ വിശേഷം
നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിയുടെ തത്വമായ ഈ അനുഗ്രഹം കൊണ്ടാണ്, ഈ വിശേഷ ജ്ഞാനമാണ് ബുദ്ധി തത്വ ലക്ഷണം എന്ന് പറയുന്നത്. ബുദ്ധിയുടെ തത്വലക്ഷണമാണ് ഇന്ദ്രിയങ്ങളിലൂടെ വസ്തുക്കളെ അറിയാൻ പറ്റും. ഇതെല്ലാം ബുദ്ധിയിലാണ് അറിവെത്തുന്നത്. ഇന്ദ്രിയങ്ങൾ ഉപകരണങ്ങളാണ്. ഉപകരണങ്ങളാകുന്ന ഇന്ദ്രിയത്തിൽ കൂടിയാണ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. തൈജസാത്വികുർവാണാത് ബുദ്ധിതത്വം ബുദ്ധ്വതി ദ്രവ്യസ്ഫുരണ വിജ്ഞാനം ഇന്ദ്രിയാണാമനുഗ്രഹം. ഹേ ഫതി, വികുർവാണാത് തൈജസാത് ബുദ്ധിതത്വം അഭൂത് ഇന്ദ്രിയാണാം ദ്രവ്യസ്ഫുരണ വിജ്ഞാനം അനുഗ്രഹം. തൈജസാത്വികുർവാണാത് ബുദ്ധിതത്വം അഭൂത്ഫതി ദ്രവ്യസ്ഫുരണ വിജ്ഞാനം ഇന്ദ്രിയാണാമനുഗ്രഹം. തൈജസാത്വികുർവാണാത് ബുദ്ധിതത്വം അഭൂത്ഫതി ദ്രവ്യസ്ഫുരണ വിജ്ഞാനം ഇന്ദ്രിയാണാമനുഗ്രഹം. ഇനി ഇവയെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളപ്പോൾ ഒരു പ്രവൃത്തിയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. നമ്മുടെ സമയം ആയതുകൊണ്ട് ഉപസംഹരിച്ചതിന് ശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.